ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് മെയ് 20. ഇന്ന് ഇക്വിറ്റിയിൽ ട്രേഡ് എടുത്തിരിക്കുന്നത് ടാറ്റ ടെക്നോളജിയിലാണ്. ജസ്റ്റ് ട്രേഡ് എടുത്തതേ ഉള്ളൂ. 450 ക്വാണ്ടിറ്റി എടുക്കാനുള്ള റീസൺ എനിക്ക് തോന്നുന്നു കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത ഇക്വിറ്റി ട്രേഡിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ദിവസങ്ങളിലും സെയിം ട്രേഡ് തന്നെ എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഡേ ട്രെൻഡ്, അപ് ട്രെൻഡ്. അപ്പം ആ ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഹയർ ലോ ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഹയർ ലോ ഫോർമേഷൻ ആണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിൽ ബയേഴ്സ് വളരെയധികം സ്ട്രോങ് ആണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലും ബൈ എൻട്രി തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ആക്ച്വലി എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ക്രീനർ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ നല്ല മൂവ്മെൻറ്റ് തന്നിരുന്നതാണ്, പക്ഷേ അതിൻ്റെ ഒന്നും പ്രൈസ് ആക്ഷൻ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മണപ്പുറം ആക്ച്വലി നല്ലൊരു സ്റ്റോക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൂടാതെ ഇപ്പം ഈ ഒരു ടാറ്റ ടെക്നോളജി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടാറ്റ ടെക്നോളജിയാണ് ചൂസ് ചെയ്തിരുന്നത്. വേദാന്ത ഓൾറെഡി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അധികം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മണപ്പുറം ആൻഡ് ഈ പറയുന്ന ടാറ്റ ടെക്നോളജി രണ്ട് സ്റ്റോക്കുകളാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ടാറ്റ ടെക്നോളജി ചൂസ് ചെയ്തു. റൈറ്റ്, പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കാണാം. ആ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം ആ വരുന്ന റീടെസ്റ്റിൽ അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റിലാണ് ഞാൻ ബൈ എൻട്രി എടുത്തത്. നെക്സ്റ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. റൈറ്റ്, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഞാൻ ഏകദേശം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ കീപ്പ് ചെയ്യാം. കുറച്ച് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ കുറച്ച് വേണ്ടി ഒരു ബഫർ ഇട്ടെടുത്തായിരിക്കും ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഈ ഒരു ലെവലിൽ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. റൈറ്റ്, ടാർഗറ്റ് നമുക്ക് ഈ ഒരു ഡേ ഹൈ വെക്കാം. ഏകദേശം ഒരു 1:2 ഈസിലി നമുക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും ഇൻ കേസ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ട്രേഡിംഗ് സീരീസിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ ഇതൊരു മിനി സീരീസ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഒരു 10 ദിവസം ഞാൻ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ലൈവ് ട്രേഡ് എടുക്കുന്നതൊക്കെ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പം ആ ഒരു ട്രേഡ് എടുത്തിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്നു. അത്യാവശ്യം നമുക്ക് ടാർഗറ്റ് ഇവിടെ ഈ ഒരു ടാറ്റ ടെക്നോളജി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എൻട്രി എടുത്തിരുന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ലോജിക് എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം. പ്രീവിയസ് ഡേ അപ് ട്രെൻഡ് ആയിരുന്നു. ഇന്നത്തെ ദിവസം പ്രീവിയസ് ഡേ ഹൈ ഒക്കെ ബ്രേക്ക് നടത്തി, ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ഔട്ട് നടത്തി, പിന്നീട് തിരിച്ചു വന്ന ആ ഒരു റിട്രേസ്മെൻറ്റിലാണ് ട്രേഡ് കൺസിഡർ ചെയ്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ഓടി കയറി ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും റിട്രേസ്മെൻറ്റൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് നമ്മുടെ വ്യൂ അനുസരിച്ചിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഡേ ഹൈ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ ബി ആ ഒരു ഡേ ഹൈ കൂടി ടച്ച് ചെയ്യാൻ ചിലപ്പം ബ്രേക്ക് ഔട്ട് നടത്താം ഈ ഒരു ലെവൽ. കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇൻ കേസ് ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ വലിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരു വിന്നിങ് ട്രേഡ് ആണ്. നമുക്ക് കുറച്ച് നേരം പ്രോഫിറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സംഭവിക്കാം. ഇതൊരു ഗ്രീഡായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു ലെവൽ അവിടെയുണ്ട്. ഇൻ കേസ് ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ ഒന്ന് ഇവിടെ ഇൻഫോസിസ്, അതിൽ തീരെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അവോയ്ഡ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ മണപ്പുറം ആക്ച്വലി അതൊരു നല്ലൊരു സ്റ്റോക്കാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം അത് ഞാനും ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ ചൂസ് ചെയ്ത ടാറ്റ ടെക്നോളജിയാണ്. നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പോൾ ഇന്നെടുത്ത ആ ഒരു ട്രേഡിൻ്റെ അതേ സെയിം ലോജിക്കൽ ഈ ഒരു റിട്രേസ്മെൻറ്റിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നതിന്. അത് കഴിഞ്ഞ് ഈസിലി നമുക്കൊരു 1:3 എങ്കിലും നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നേനെ, ട്രേഡ് എടുത്തിരുന്നെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് വേദാന്ത കൂടിയുണ്ട്. വേദാന്ത ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. റൈറ്റ്, അപ്പോൾ അതൊരു കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ അതൊരു അഗ്രസീവ് എൻട്രി ഉണ്ട് അപ് ട്രെൻഡ് മാർക്കറ്റ്. വേണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഒരു അഗ്രസീവ് എൻട്രി എടുക്കാം, പക്ഷെ അത് കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അവോയ്ഡ് ചെയ്തത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഡേ ഹൈ എത്തി, അവിടെ പ്രീവിയസ് ഡേ ഹൈയിലെത്തി റെസിസ്റ്റൻസ് എടുത്തു. ഞാൻ ചൂസ് ചെയ്ത സ്റ്റോക്ക് കുറച്ച് ക്ഷമ നമ്മൾ പരീക്ഷയെങ്കിലും അവിടെ നമുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താണ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ടാർഗറ്റ് നമ്മുടെ ഒരു ഡേ ഹൈ വരെ എത്തിയിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കി ബ്രേക്ക് ഔട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി അധികം ഗ്രീഡി ആവുന്നില്ല. ഓൾമോസ്റ്റ് അത്യാവശ്യം ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി സമയമില്ല, ഇനിയിപ്പം ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. റൈറ്റ്, അപ്പോൾ എന്തായാലും ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക, ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, അതിൻ്റെ ഇടയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ.